പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നദ്ധയിലായിരിക്കാൻ ദൈവം എനിക്കും അവസരം നൽകിയത് ഓർത്ത് കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിപ്പാനിടയായി തീരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മോട് എല്ലാവരോടും സംസാരിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. അതിനായിട്ട് ദൈവത്തിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒരു വചനഭാഗം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 13, 14, 15 വാക്യം വായിക്കുന്നു. അത് കേട്ടിട്ട് യേശു ഓടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേർവിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞു. അവിടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു. പരിശുദ്ധനായ നിങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അല്പനിമിഷങ്ങൾ ദൈവസന്നദ്ധിയിൽ കർത്താവിന്റെ മക്കളുമായി ദൈവസന്നദ്ധിയിലായിരിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രിയിൽ തന്റെ മക്കളോട് പറയുവാനുള്ള ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അല്ലെങ്കിൽ രാത്രിയിൽ സംസാരിക്കുന്നതിനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവിധ ഇടങ്ങളിലായി അങ്ങയുടെ വാതിൽപീഠത്തിൽ ഇരിക്കുകയും അങ്ങയുടെ വചനം കേൾക്കുകയും ചെയ്യുന്ന നിന്റെ എല്ലാ മക്കളുടെയും ഹൃദയങ്ങളിലേക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു വലിയ സ്പർശനം അനുഭവപ്പെടുവാൻ, കർത്താവിന്റെ ആത്മാവിൽ വിലമേറ്റു വാങ്ങുവാൻ, ധൈര്യം പ്രാപിപ്പാൻ ദൈവം സഹായിക്കണം. ഒരു ശുദ്ധീകരണത്തിന് ദൈവം തന്റെ മക്കളെ ഒരുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പുനർനാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെട്ടതായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വളരെ പരിചയമുള്ളൊരു ഭാഗമാണ് വായിച്ചത്. ആ ഭാഗത്ത് അത് കേട്ടിട്ട് യേശു ഓടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേർവിട്ട് വാങ്ങിപ്പോയി എന്ന് നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചു. എന്താണ് യേശു കേട്ടത് എന്നുള്ളതൊരു പ്രത്യേക കാര്യമാണ്. അടുത്തത്, യേശു എങ്ങോട്ടാണ് പോയത്? യേശു പോയ സ്ഥലം അതൊരു നിർജ്ജനമായ സ്ഥലമാണ്. അത് മരുഭൂമിയാണ്. അവിടെ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ ആരും പോകാൻ ആഗ്രഹിക്കുകയോ ആരും ഇഷ്ടപ്പെടുകയോ ആരും പോവുകയോ ചെയ്യാത്ത, ആർക്കും വേണ്ടാത്തതും വിലയില്ലാത്തതും ആരും ഇഷ്ടപ്പെടാത്തതുമായ ഒരു സ്ഥലത്തേക്കായിരുന്നു യേശു പോകുവാനിടയായത്. യേശു ആ സ്ഥലത്ത് ചെന്നപ്പോൾ ആ സ്ഥലത്തുണ്ടായ ചില അനുഭവങ്ങളാണ് ഓർപ്പിക്കുവാനായിട്ട് കർത്താവിന്റെ കൃപയിൽ ക്ഷണപ്പെടുന്നത്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഒന്ന്, യേശു ഇരുന്ന മരുഭൂമിയിൽ എന്തെല്ലാം നടന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിന് മുമ്പുള്ള ഭാഗങ്ങൾ എന്താ യേശു കേട്ടത്? ഒരു പ്രബോധനമായി അല്ലെങ്കിൽ ഒരു മുഖവിലയായി ഞാൻ പറയുന്നു. എന്താണ് യേശു കേട്ടത്? എന്താണ് യേശുവിന് കേൾക്കാനിടയായി തീർന്ന കാര്യം? എന്ത് കേട്ടപ്പോഴാണ് യേശു മരുഭൂമിയിലേക്ക് പോകുവാനായിട്ട് ആ യേശു കർത്താവിന് തോന്നിയത് എന്നുള്ളത് ഒരു ചിന്തയായി ഞാൻ ഓർപ്പിക്കുന്നു. എന്താണ് യേശു കേട്ടത്? യേശുവിനെ വേദനപ്പെടുത്തുന്ന, യേശുവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നമ്മുടെ കർത്താവിന് വേദന തട്ടിയ ഒരു സംഭവം അതിനു മുമ്പ് നടക്കുവാനിടയായി. കർത്താവിന്റെ സ്തോത്രം. ഇപ്പോൾ മരുഭൂമിയെ കുറിച്ചാണ് നാം ചിന്തിച്ചെങ്കിൽ ആ സംഭവങ്ങൾ നടക്കുന്നത്, യേശു വേദനിച്ച് ആ സംഭവം നടക്കുന്നത് കൊട്ടാരത്തിലാണ്. അത് കൊട്ടാരമാണ്. അവിടെ രാജാവുണ്ട്, അവിടെ എല്ലാ സമ്പത്തും അല്ലെങ്കിൽ സമൃദ്ധിയും, അവിടെ ആഘോഷങ്ങളുണ്ട്, അവിടെ നൃത്തമുണ്ട്, അവിടെ എല്ലാം ആ നിലയിൽ ഉണ്ട്. അവിടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രണ്ട് സ്ഥലം, ഈ അധ്യായത്തിലെ രണ്ട് സ്ഥലം ഞാൻ പെട്ടെന്ന് പറയുന്നു. ഒന്ന് യേശു കടന്നുപോയ മരുഭൂമി, യേശു ചെന്നിരുന്ന സ്ഥലം. മറ്റൊന്ന് ഹേരോദ് രാജാവ് ഇരുന്ന കൊട്ടാരം. ആ കൊട്ടാരത്തിൽ എന്തൊക്കെയാ നടന്നതെന്നുള്ളത് ഒരു 1-2 വാക്ക് മുഖവരിയായി എന്താ യേശു കേട്ടതെന്നോ 1-2 വാക്കുകൾ ഞാൻ പറയുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനോട് സ്തോത്രം. യേശു കേട്ട കാര്യം, ഹേരോദാവ് ചെയ്ത പാപം,
ഹെരോദാവിന്റെ ജീവിതത്തിൽ വന്ന ആ തെറ്റ്, അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ, അരുതാത്ത വഴികളിലൂടെയും അരുതാത്ത രീതിയിൽ നീങ്ങുന്നത് കണ്ടപ്പോൾ, ചെയ്യാൻ പാടില്ലാത്ത, യോഗ്യമല്ലാത്ത, അന്യായമായിരിക്കുന്ന അനീതിയായ കാര്യങ്ങൾ, പാവം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ സ്നാപയോഗ്യനാൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ മനുഷ്യൻ, ആ ദൈവമനുഷ്യൻ ഹെരോദാവിനോട് പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പാപമാണ്, അത് അനീതിയാണ്, അത് അന്യായമാണ്, അത് നിനക്ക് ചെയ്യാൻ പാടുള്ളതല്ല, ദൈവം നിന്നെ അതിന് അനുവദിക്കുകയില്ല, നിനക്ക് ആ തെറ്റ് അത് ചെയ്യാൻ സാധ്യമല്ല, നീ ചെയ്യാൻ പാടില്ല, അത് അരുതാത്തതാണ്, അരുതെന്നുള്ള ഒരാലോചനയാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത് നമുക്കറിയാൻ കഴിയും. പാപത്തിന് നേരെ വിളിച്ചു ചൂണ്ടിയതുകൊണ്ട്, അനീതിക്കെതിരെ വിളിച്ചു ചൂണ്ടിയതുകൊണ്ട്, അശുദ്ധിക്ക് നേരെ വിളിച്ചു ചൂണ്ടിയതുകൊണ്ട്, പാപത്തിന് നേരെ വിളിച്ചു ചൂണ്ടിയതുകൊണ്ട്, പാപത്തിനെതിരെ വിളിച്ചു ചൂണ്ടിയ ദേവദാസന്റെ തല കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പാപത്തെ ചൂണ്ടിക്കാണിച്ച, പാപത്തിനെതിരെ ശബ്ദിച്ച, അരുതാത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ അരുതെന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്നാപയോഹന്നാൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസന്റെ തല നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി, ഡാൻസ് ചെയ്തവരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രീതിക്ക് വേണ്ടി ദൈവശബ്ദത്തെയും ദൈവദാസനെയും ദൈവനാമത്തെയും ദൈവജനത്തെയും ദൈവകാര്യങ്ങളെയും ഇല്ലാതാക്കുന്ന ക്രൂരമായ നടപടികളാണ് കൊട്ടാരത്തിൽ നടന്നത്. അതാണ് യേശു കേട്ടത്. ഇതാണ്, സ്നാപയോഹന്നാന്റെ തല പോയി, അവൻ ഉടൽ മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ടൊന്ന് ശിഷ്യന്മാര് മറവ് ചെയ്തിട്ട് യേശുവിന്റെ അടുക്കൽ വന്നവർ പറഞ്ഞു, ഇന്നതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ കർത്താവിന്റെ ഹൃദയം നൊന്നുപോയി. കർത്താവിന് വേദന തട്ടി, കർത്താവിന് ദുഃഖമുണ്ടായി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നൊരു കാര്യം കൂടെ അതിനോട് ചേർത്ത് ഓർപ്പിക്കട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹെരോദാവിന് പാപം അല്ലെങ്കിൽ പാപത്തെ കുറിച്ച് വിളിച്ചുകൊണ്ടിയപ്പോൾ, പാപത്തിന് നേരെ വിളിച്ചുകൊണ്ടി പാപത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഹെരോദാവ് ചെയ്തത് പാപം കുറയ്ക്കുകയായിരുന്നില്ല, പാപം നിർത്തുകയായിരുന്നു, പാപം ചെയ്യാതിരിക്കുകയായിരുന്നില്ല, അനുഭവിക്കുകയായിരുന്നില്ല, മാനസാന്തരപ്പെടുകയായിരുന്നില്ല. പാപത്തിന്മേൽ പിന്നെയും പാപം കൂട്ടി, പാപത്തിന്മേൽ പാപം കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥയാണ് കൊട്ടാരത്തിൽ നടന്നത്. എന്നാൽ വേറൊരു രാജാവിനെ നമുക്കറിയാം, വളരെ പറഞ്ഞുള്ളൊരു ഭാഗമുണ്ട്. ദാവീദ് രാജാവിനെ കുറിച്ച് അറിയാൻ. ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള തെറ്റുകൾ, അരുതാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അരുതാത്ത കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ സന്ദർഭങ്ങളുണ്ടായിരുന്നു. തനിക്കുണ്ടായ ആ പാപം, താൻ ചെയ്ത ദാവീദ് രാജാവ് ചെയ്ത തെറ്റ്, ദാവീദ് രാജാവ് ചെയ്ത പാപം, അത് തനിക്ക് ചെയ്തിട്ട് അത് തനിക്ക് വലിയ ഓർമ്മയൊന്നും വരുന്നില്ല, അത് പാപമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. താൻ ചെയ്തത് തെറ്റാണെന്നോ ഒന്നും തനിക്ക് തോന്നിയില്ല. ഈ പാപം ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രവാചകനായ നാഥാനെ കൊണ്ട് അയച്ചില്ല. ഒരു മാസം കഴിഞ്ഞപ്പോഴും വന്നില്ല. ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ കുറഞ്ഞ ഒരു വർഷമെങ്കിലും ആയി നാഥാം പ്രവാചകൻ തെറ്റ് ചെയ്തിട്ട് നടക്കുന്ന ദാവീദിന്റെ വീട്ടിൽ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ ചെന്നത്. കുറഞ്ഞത് 10 മാസമെങ്കിലും കഴിഞ്ഞാണ് പ്രവാചകൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ ദാവീദ് രാജാവിന്റെ അടുക്കൽ ചെന്നത്. അന്നും പുള്ളിക്ക് അല്ലെങ്കിൽ ദാവീദിന് അറിയില്ല ഞാൻ പാപം ചെയ്തിട്ടാണ് നടക്കുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ പാപം ചെയ്തതിനെ കുറിച്ചുള്ള ചിന്തകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ നാഥാൻ പ്രവാചകൻ ആ കൊട്ടാരത്തിൽ ചെന്നൊരു കഥ പറയുന്നത് പോലെ ഒരു സംഭവം പറഞ്ഞു. ഇങ്ങനെയാണ്, ഈ ദേശത്ത് അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ, ഈ രാജ്യത്ത് ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു, ഒരു ദരിദ്രനായ മനുഷ്യനുണ്ടായിരുന്നു. ധനവാന് 100 കണക്കിന് അല്ലെങ്കിൽ ഒത്തിരി ആടുപാടുകൾ ഉണ്ടായിരുന്നു. ദരിദ്രന് ഒരു ചെറിയ പെണ്ണാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവന് മോനെ പോലെയുമായിരുന്നു. അവനോടുകൂടെ കിടന്ന്, അവനോടുകൂടെ കഴിച്ച്, അവനോടുകൂടെ ജീവിച്ചിരുന്ന ഒരേ ഒരു ആട് മാത്രമേ ആ ദരിദ്രന്റെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ധനവാനായ മനുഷ്യൻ അല്ലെങ്കിൽ ആ ധനവാനായ മനുഷ്യന്റെ വീട്ടിൽ വഴിപോക്കനായ ഒരാൾ കയറി ചെന്നപ്പോൾ ആ മനുഷ്യനെ സൽക്കരിക്കാൻ വേണ്ടി ആ ദരിദ്രന്റെ ഒരാടിനെ പിടിച്ചുകൊണ്ട് വന്ന് കൊന്ന് പാകം ചെയ്ത് കൊടുത്തു എന്നുള്ള ഒരു കഥ നാഥാം പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദിന്റെ നീതിബോധം ശക്തിപ്പെട്ടിട്ട് അവൻ ആരാണോ ചെയ്തവൻ, ഈ രാജ്യത്ത് അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അവൻ ചെയ്ത അന്യായമാണ്, അവൻ ചെയ്ത പാപമാണ്, അവൻ മരണയോഗ്യനാണ്, അവൻ മരിക്കണം, അവൻ ജീവിക്കാൻ പാടില്ല, അവൻ 4 ഇരട്ടി പകരം കൊടുക്കേണ്ടവനാണ്
ഇങ്ങനെയെല്ലാം പറയുമ്പോൾ നാദാപ്രവാചകൻ ദാവീദിനെ നോക്കി പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയാണ്, നീയാണ് ആ മനുഷ്യൻ. ഇത് കേട്ടപ്പോൾ ദാവീദ് ചെയ്ത ഉടനെ ആ ദേവദാസന്റെ ഉദ്ദേശിയുടെ കഴുത്തിൽ പിടിച്ചിരിക്കുകയായിരുന്നില്ല. എന്നെ കൊണ്ടാർക്ക് തോന്നുന്നു എന്റെ മുഖത്ത് നോക്കി പറയാൻ നീ വളർന്നോ എന്ന് ചോദിക്കുകയായിരുന്നില്ല. ആ ശബ്ദത്തിനു മുമ്പിൽ, ആ ദൂതിനു മുമ്പിൽ, ആ വചനത്തിനു മുമ്പിൽ, ആ ദൈവിക ആലോചന മുമ്പിൽ കുറ്റബോധമുള്ളവനായി, പാപബോധമുള്ളവനായി, അനുതാപകതയുള്ളവനായി ദൈവത്തിന്റെ കാഴ്ചമുട്ടിൽ അവൻ അടിയറ പറഞ്ഞു. അവൻ മുട്ടുമടക്കി, അവൻ തകർന്നു വീണു, അവൻ വാവിട്ട് പൊട്ടിക്കരഞ്ഞു. അവൻ നിലത്ത് കിടന്ന് ഉരുണ്ടും കരഞ്ഞും ഉപവസിച്ചും വിലപിച്ചും കണ്ണീരിലൊഴുക്കി അവൻ അലറി കരഞ്ഞ ദൈവത്തിന്റെ കാൽക്കൽ വീണു. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. പാപത്തിന് നേരെ ചൂണ്ടിയപ്പോൾ, പാപബോധം ചൂണ്ടിക്കാട്ടി പാപബോധം ഉണ്ടാക്കിയപ്പോൾ അതിൽ കോപിക്കുകയായിരുന്നില്ല, പ്രവാചകനെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ അവന്റെ തലവെട്ടിയെടുക്കുകയായിരുന്നില്ല ചെയ്തത്. പിന്നെയോ അനുതാപത്തിന്റെ എഴുതിയോടെ ദൈവസന്നതയിൽ ദൈവത്തിന്റെ കാഴ്ചമുട്ടിൽ പിടഞ്ഞു വീണ് ആ സംഭവത്തിന് നടുവിൽ, ആ പ്രശ്നത്തിന് നടുവിൽ, അതിന് മുമ്പിൽ അനുഭവിച്ച ദൈവസന്നിധി താഴെ വീണ് കരഞ്ഞത് കൊണ്ട് എന്താ സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവന്റെ പാപം ക്ഷമിച്ചു, ദൈവനെ നീതീകരിച്ചു, ദൈവനെ കഴുകി, ദൈവനെ ദാസാരപ്പെടുത്തി, ദൈവനെ ഒരുക്കി. അവൻ ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറി. അവൻ ദൈവത്തെ ബോധിച്ച മനുഷ്യനായി മാറി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനെ കൈവിടുകയായിരുന്നില്ല, ദൈവനെ തള്ളിക്കളയായിരുന്നില്ല, ഉപേക്ഷിക്കായിരുന്നില്ല. പിൻകാലത്ത് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച്, കർത്താവിന്റെ ക്രൂസിനെ കുറിച്ചും കഷ്ടാനുഭവങ്ങളെ കുറിച്ചും പ്രവചിക്കുന്ന ഒരു പ്രവാചകനായി ഈ ദാവീദ് ആമേൻ മാറ്റപ്പെടുകയും ഉയർത്തപ്പെടുകയും ഒരുക്കപ്പെടുകയും ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവൻ താഴ്ത്തപ്പെടുകയായിരുന്നില്ല. അവൻ പാപമേറ്റ് പറഞ്ഞ ദൈവത്തിന്റെ കാൽക്കൽ വീണപ്പോൾ അവൻ ലജ്ജിക്കപ്പെട്ടവനായി തലകുനിക്കുകയായിരുന്നില്ല. ദൈവന്റെ പാപങ്ങൾ കഴുകി, ദൈവനെ നീതീകരിച്ചു. അവൻ പിൻകാലത്ത് യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പോലും പ്രവചിക്കുന്ന പ്രവാചകനായി മാറി. അവനെ അനുഗ്രഹിച്ചു. അവൻ ദൈവത്തിന് ബോധിച്ചവനായി മാറി. അവന്റെ തലമുറ അവൻ മാത്രമല്ല, അവന്റെ തലമുറയും ഈ ദൈവിക രാജ്യത്വത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു. ആണതുകൊണ്ടും വീണതുകൊണ്ടും തകർന്നതുകൊണ്ടും കരഞ്ഞതുകൊണ്ടും ദൈവത്തിന്റെ കാൽക്കൽ കിടന്ന് നിലവിളിച്ചതുകൊണ്ട് കാഴ്ചയല്ലാതെ എനിക്കുണ്ടായത്, എനിക്ക് ഉയർച്ചയാണുണ്ടായത്. ഹേരോദാവിന്റെ അവസാനം വളരെ ദയനീയമാണ്, വളരെ വലിയ ദുഃഖകരമായൊരു സ്ഥിതിയാണ്. അതിലേക്ക് ഞാൻ ഇനി കിടക്കുന്നില്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ഞാനൊരു മുഖവരി ആയുധത്തിലും ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ മുമ്പിലും, ദൈവത്തിന്റെ വചനത്തിന് മുമ്പിലും, കർത്താവിന്റെ വാദപീഠത്തിലും, ദൈവ സാന്നിധ്യത്തിന് മുമ്പിലും, കർത്താവിന്റെ കാഴ്ചവട്ടിൽ വീഴാനും താഴാനും കരയാനും കഴിയുന്നത് അനുഗ്രഹമാണ്, മാന്യതയാണ്, നന്മയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, ദൈവശബ്ദം വെളിപ്പെടുമ്പോൾ, ദൈവാലോചന വെളിപ്പെടുമ്പോൾ അതിനു മുമ്പിൽ താഴാനും വീഴാനും കരയുവാനും കഴിയുന്നതൊരു അനുഗ്രഹമാണ്. അല്ല പാപത്തിന്മേൽ പാപം കൂട്ടുകയാണെങ്കിൽ, അത് പിന്നെയും വഷളായി മുന്നോട്ട് പോകുന്നെങ്കിൽ അതിന്റെ സ്ഥിതി ദുഃഖകരമാണ്, വേദനാജനകമാണ്, അപകടകരമായ അവസ്ഥയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഭാഗ്യപ്പെടുന്നു. ഞാനതൊരു മുഖവരിയായി ഞാൻ പറഞ്ഞല്ലോ, ഓർപ്പിച്ചതാണ്. കർത്താവിന് സ്തോത്രം. എന്താണ് യേശു കേട്ടത് എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ആ ഭാഗം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ഉന്മേഷവും മൂടും ഒക്കെ പോകുന്നിരിക്കരുത്. എന്നാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദൈവ ശബ്ദത്തിനും വചനത്തിനും ആകെ തന്നെത്താൻ താഴ്ത്തുവാൻ, തന്നെത്താൻ ശോധന ചെയ്യുവാൻ, പരിശോധിക്കാൻ കഴിയുമ്പോൾ അത് നമുക്ക് ജീവനും ബലവും ധൈര്യവും സമാധാനമായി വരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ കൊലപാതകവും പാപവും അന്യായവും അപകടവും അനീതിയും ഒക്കെയാണ് നടക്കുന്നെങ്കിൽ, ഇപ്പോൾ രാജാതിരാജാവായി നമ്മുടെ കർത്താവായ യേശു ചെന്നിരിക്കുന്ന സ്ഥലം കസേരയുള്ള കൊട്ടാരത്തിലൊന്നുമല്ല, സിംഹാസനത്തിലൊന്നുമല്ല. യേശുവിനെ വീശുവാൻ ഭാരം അല്ലെങ്കിൽ വീശുവാനെ കാറ്റ് കിട്ടുന്ന സ്ഥലങ്ങളൊന്നും, അല്ലെങ്കിൽ ആരെങ്കിലും കരുതുന്ന ഒരു സ്ഥലത്തല്ല കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവ് പോയത് ഇത് കേട്ടപ്പോൾ വേദനയോടെ കർത്താവ് വിചാരിച്ചു കാണും, കർത്താവ് ചിന്തിച്ചു കാണും. ഈ വേദന, ഈ ദുഃഖം, ഈ സ്നാവയോവന്നാന്റെ, ഇതെന്റെ പ്രിയപ്പെട്ട സ്നാവയോവന്നാന്റെ ഈ ദുഃഖകരമായ ഈ വേർപാട് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ആ മരണം, രക്തസാക്ഷിത മരണത്തെ കണ്ടപ്പോൾ വേദനയോടെ മരുഭൂമിയിൽ പോയി, ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയി ഏകനായിരുന്ന്, അവിടെ ആരുമില്ലാത്ത ആ ഏകാന്തതയിൽ പോയി ഏകനായിരുന്ന് ശാന്തനായിരുന്ന് അല്പനേരം ഹൃദയമൊന്ന് പകർന്ന് കണ്ണുകൾ നിറഞ്ഞ ദൈവസന്നിധിയിൽ പിതാവിന്റെ സന്നദ്ധിയിൽ ഏകനായി സമയങ്ങളെ അല്പസമയം ചെലവഴിക്കാൻ വേണ്ടി ഏകനായി പിതാവിനോടുകൂടെ ആ ഏകാന്തതയിൽ മരുഭൂമിയിൽ ഒന്ന് ചെലവഴിക്കാൻ വേണ്ടിയായിരിക്കാം പക്ഷേ കർത്താവ് ഈ നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് പോയത് എന്ന് ഞാനങ്ങനെ ചിന്തിക്കുന്നു, കർത്താവ് ചോദിക്കുന്നു. എന്നാൽ യേശു ആ സ്ഥലത്ത് എത്തിയപ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ ചിന്തകൾ പറയുന്നു. യേശു അന്നെത്തിയ സ്ഥലം യാതൊരു സൗകര്യങ്ങളുള്ളതല്ല, അനുകൂലമായ സാഹചര്യങ്ങൾ അവിടെ ഇല്ല, അവിടെ ഇരിക്കാൻ ഇരിപ്പിടമില്ല, അവിടെ കിടക്കാൻ കട്ടിലില്ല, അവിടെ ഒന്നുമില്ല. അവിടെ വെറും പ്രദേശമാണ്, നിർജ്ജനമാണ്, മരുഭൂമിയാണ്, ശൂന്യതയാണ്, അവിടെ ഒന്നും കാണാനില്ലാത്ത അനുഭവമാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവിടെ യേശു ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ ഉടനെ തന്നെ കാൽനടയായി ജനങ്ങൾ, ആയിരങ്ങൾ, ഒന്നും രണ്ടും പേരല്ല, വഴിയെ പോയി ആരെങ്കിലും കണ്ടിട്ട് യേശുവിനോട് വർത്താനം പറയാൻ വേണ്ടി ഇവിടെ നിന്നതല്ല. യേശു മരുഭൂമിയിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ആ മരുഭൂമിയിലേക്ക് കാൽനടയായി വന്ന് എത്തിയത്. അതിൽ നിന്നൊരു ദൂത് ഞാൻ ഓർപ്പിക്കുന്നു. യേശു ഉണ്ടെങ്കിൽ യേശുള്ള സ്ഥലം, യേശുള്ള കുടുംബം, യേശുള്ള വ്യക്തി, യേശുള്ള ജീവിതം, യേശുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ജീവിതം, യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, യേശു നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, യേശു എന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ നായകനായിട്ട് ഉള്ളിൽ ഉണ്ടെങ്കിൽ, നിലവിൽ മരുഭൂമിയാകാം, നിലവിൽ ഞെരുക്കമാകാം, നിലവിൽ കഥതയാകാം, നിലവിൽ രോഗമാകാം, നിലവിൽ നീറുന്ന 100 പ്രശ്നങ്ങളുടെ നിലവിലൂടെയാകാം. പക്ഷേ തെളിയുന്ന കാര്യം യേശു ഉണ്ടോ ഇല്ലയോ, പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പ്രശ്നങ്ങളുടെ നടുവിൽ, മരുഭൂമിയിൽ, ഭാരതീയ ജീവിതാനുഭവത്തിൽ, വേദനാജനകമായ സംഭവങ്ങളുടെ നടുവിൽ, ദുഃഖവും വേദനയും അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ എന്തുണ്ടെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. യേശു ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത്. എനിക്ക് പറയാൻ കഴിയും, കഴിഞ്ഞ 25 വർഷങ്ങളായി നിരാശ മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന എനിക്ക് എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വഴിയുണ്ടെന്ന് നോക്കി നടന്നിരിക്കുക. ഒരുപാട് ശാപങ്ങളും ബന്ധനങ്ങളും ശൂന്യതകളും പരാജയങ്ങളും ജീവിതത്തിൽ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത, ഒരു മാർഗമില്ലാതിരുന്ന, വിദ്യാഭ്യാസമില്ലാതെ, ഒരു യോഗ്യതയില്ലാത്ത എനിക്ക് 25 വർഷം വെക്കവയാൽ എന്റെ ഈ മരുഭൂമിയിലേക്ക്, എന്റെ ഈ ഹൃദയത്തിലേക്ക്, എന്റെ ഈ ജീവിതത്തിലേക്ക് ഭാഗ്യവശാൽ, കൃപയാൽ ഞാനൊരു സത്യാന്വേഷിയായി, ഒരു സത്യം എവിടെയുണ്ടെന്ന് നോക്കി തേടി ഓടി നടന്ന ഒരു മനുഷ്യനൊന്നുമല്ല ഞാൻ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സത്യം അറിയാൻ വേണ്ടി, സത്യം കാണാൻ വേണ്ടി നടന്ന ആളൊന്നുമല്ല. അതിനൊന്നുള്ള ബോധം, അതിനൊന്നുള്ള വെളിവ്, അതിനൊന്നുള്ള പരിജ്ഞാനമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല ഞാൻ. പക്ഷേ കഴിഞ്ഞ 25 വർഷം മുമ്പ് എന്റെ രാജാവ് എന്റെ ഉള്ളിലേക്ക് വന്നു. ശാപം കൊണ്ടും ബന്ധനം കൊണ്ടും നാശം കൊണ്ടും ആത്മഹത്യ മാത്രം ലക്ഷ്യമിട്ട എന്റെ ജീവിതത്തിൽ, എന്റെ ഈ ശപിക്കപ്പെട്ട മരുഭൂമിയോടെ എന്റെ ഹൃദയത്തിൽ എന്റെ കർത്താവ് രാജാവായി എഴുന്നള്ളി കടന്നു വരുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അന്ന് മുതൽ എനിക്ക് ഇന്ന് വരെയും പറയാൻ കഴിയും, എന്റെ കർത്താവിന്റെ മരുഭൂമിയിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് എന്റെ യേശു വന്നതുകൊണ്ട് എനിക്ക് പറയുവാൻ കഴിയും, എന്റെ ദൈവം നല്ലവൻ. ദൈവം ഇല്ലാതിരുന്നെങ്കിൽ, ദൈവം വന്നില്ലാതിരുന്നെങ്കിൽ, ദൈവം എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ, എന്റെ ദൈവം എന്റെ ഹൃദയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ, എന്റെ ജീവിതത്തിലേക്ക് എന്റെ യേശു വന്നില്ലായിരുന്നെങ്കിൽ, എന്റെ സ്ഥിതി എനിക്ക് ഓർക്കാൻ, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല. എന്നാൽ കൃപയാൽ, കരുണയാൽ എന്റെ കർത്താവിന്റെ സാന്നിധ്യം എന്റെ ഉള്ളിലേക്ക് എഴുന്നള്ളി വന്നു. അതാണ് എന്റെ ഭാഗ്യം. ഞാൻ എന്റെ ദൈവത്താൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം എന്നെ ഒത്തിരി സഹായിച്ചു. ദൈവത്തിന്റെ കരുണയുടെ ആഴം എത്ര വലുതാണെന്നും
അതെത്ര വലുതാണെന്ന് പറയുവാൻ എനിക്ക് 100 ആയിരക്കണക്കിന് 10,000-കണക്കിന് അനുഭവങ്ങളിലൂടെ ദൈവം ഈ 25 വർഷം എന്നെ നടത്തി. ദൈവങ്ങളെ, ഇന്ന് ഞാൻ ഈ രാത്രി നിങ്ങൾ ഓർപ്പിക്കട്ടെ, ഭാരമുണ്ടോ, രോഗമുണ്ടോ, കഷ്ടതയുണ്ടോ, കടഭാരമുണ്ടോ, കുഞ്ഞുങ്ങളെങ്ങനെ, ചുറ്റുപാടുകൾ എങ്ങനെ എന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയല്ല ഇന്ന് രാത്രിയിൽ വേണ്ടത്. ഇതിന്റെ നടുവിൽ രാജാവായ കർത്താവായ യേശു കർത്താവിന്റെ സാന്നിധ്യം എന്റെ വീട്ടിലുണ്ടോ, ജീവിതത്തിലുണ്ടോ? അത് സങ്കല്പമല്ല, അത് തോന്നലല്ല, അതൊരു നിരൂപണമല്ല, അത് വിചാരമല്ല. യേശു ഉണ്ടെങ്കിൽ ഉണ്ടെന്നറിയും. യേശു ഉണ്ടെങ്കിൽ അതൊരു അനുഭവമാണ്, അതൊരു ബലമാണ്, അത് ആശ്വാസമാണ്, അത് ധൈര്യമാണ്. കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. യേശു നമ്മുടെ ജീവിതത്തിന്റെ നായകനായി ഉണ്ടെങ്കിൽ അതാണ് അറിയേണ്ടത്. പണമുണ്ടോന്നല്ല, ജോലി ഉണ്ടോന്നല്ല, സൗഖ്യമുണ്ടോന്നല്ല, അല്ലെങ്കിൽ സ്തോത്രം വിദ്യാഭ്യാസം ഉണ്ടോന്നല്ല, എന്തൊക്കെ ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്. എന്റെ ജീവിതപ്പുറകിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ, എന്റെ വ്യക്തിപരമായ ജീവിതാനുഭവത്തിൽ എന്റെ കർത്താവുണ്ടോ എന്ന് മാത്രം ഒന്ന് പരിശോധിച്ചാൽ, കർത്താവ് ഉണ്ടെങ്കിൽ അതാണ് ഇവിടുത്തെ പ്രത്യേകത. സ്ഥലം മരുഭൂമിയാ, കൊട്ടാരമല്ല. ആ സ്ഥലത്ത് യേശു ഉണ്ടായിരുന്നു. നന്ദിയോട് സ്തോത്രം ചെയ്തു. ഞാൻ മടങ്ങി വരട്ടെ. യേശു ഉണ്ടായിരുന്ന ആ മരുഭൂമിയിൽ ആവശ്യക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു. യേശുള്ള കുടുംബം, യേശുള്ള വ്യക്തി, യേശുള്ള സഭ, യേശുള്ള കൂട്ടായ്മ, യേശുള്ള മിനിസ്ട്രി, യേശുള്ള മേഖലകൾ, അതെല്ലാം ജനത്തിന് വേണ്ടതാണ്, ആവശ്യമുള്ളതാണ്. അവിടെ ആവശ്യക്കാരുണ്ടാകും, അവിടെ ആളുകൾക്ക് വരാൻ പ്രേരണയുണ്ടാകും, ആളുകൾ വന്നേ തീരൂ, ആൾക്കാർ വരും. അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. അല്ലെങ്കിൽ വഴികൾ തുറന്നിരിക്കും, വാതിലുകൾ തുറന്നിരിക്കും, രോഗങ്ങൾ സൗഖ്യമായിരിക്കും, നിരാശകൾ മാറിയിരിക്കും, ഭാരങ്ങൾ നീങ്ങിപ്പോകും, വഴികൾ തുറക്കപ്പെടും, ചെങ്കടൽ പിളർക്കും, ചൂടാമാന വൈദ്യലാടുക, അന്തലാടുകളുക, നികഴ്ചിലാടുക, മാരക രോഗങ്ങൾ സൗഖ്യമാകും, അവയെ ബന്ധനങ്ങൾ, ശാപങ്ങൾ, ഭാരങ്ങൾ മാറിപ്പോകും. യേശു ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധ്യമായി തീരൂ. അപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ ശാന്തമായി ശോധനയുള്ളത് എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിത സാഹചര്യത്തിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട് ഇന്ന് രാത്രിയിൽ ശോധനയിട്ട് അതുകൊണ്ട് ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ്. അതുള്ളവരൊരിക്കലും തകർന്നു പോകുകയില്ല, അവരൊരിക്കലും നശിച്ചു പോകുകയില്ല, അവരൊരിക്കലും താഴ്ചയാകുകയില്ല, അവരൊരിക്കലും മുടിഞ്ഞു പോകത്തില്ല, അവരൊരിക്കലും തകർന്നു പോകുകയില്ല, അവരാരും കൈവിട്ടു പോകുകയില്ല, അവരാരും അനാഥരല്ല, അവരാരും തള്ളപ്പെട്ടവരല്ല. അവരെല്ലാം ഉള്ളങ്കരത്തിൽ വഹിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനെ മടങ്ങി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശു ആ മരുഭൂമിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് നടക്കുന്നു, അവിടെ ദൈവശബ്ദം മുഴങ്ങുന്നു. യേശു കൊടുക്കുന്നുണ്ട്, അവിടെ ദൈവശബ്ദമുണ്ട്. ദൈവസാന്നിധ്യവും ദൈവശബ്ദം ഉണ്ടെങ്കിൽ അത് ജനത്തിന്റെ വിശപ്പടക്കുന്നതാണ്, ജനത്തിന് ആശ്വാസം നൽകുന്നതാണ്, രോഗികളെ സൗഖ്യമാക്കുന്നതാണ്, അവിടെ ഇരിക്കുന്നവർക്ക് പ്രത്യാശയുടെ അല്ലെങ്കിൽ നിത്യതയുടെ പ്രത്യാശ നൽകുന്നതാണ്, അവിടെ നീതിബോധം ഉണ്ടാക്കുന്നതാണ്, പാപബോധം ഉണ്ടാക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ ജനത്തിന് സൗഖ്യം, അത് കേൾക്കുമ്പോൾ ജനത്തിന് ആശ്വാസം, അത് കേൾക്കുമ്പോൾ അവിടെ രോഗികളിൽ സൗഖ്യം, അത് കേൾക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അതുണ്ടെങ്കിൽ അവിടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും. ദൈവത്താൽ അതിന്റെ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഇവിടെ ഉണ്ടാകും. ഇങ്ങനെ കർത്താവ് പ്രസംഗിക്കുമ്പോൾ, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ ജനത്തിന് രാത്രി അറിയില്ല, പകലറിയില്ല, മണിക്കൂർ എത്രയായിന്നറിയില്ല, മണി എത്രയായിന്നവർക്കറിയില്ല, സമയം എത്രയായിന്നവർക്കറിയില്ല. കാരണം ആൾക്കാർ അറിയേണ്ട കാര്യമില്ല. യേശുവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ, ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ ബലം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ ഇടപെടൽ, ആ സ്പർശനം അനുഭവിക്കുമ്പോൾ, അവിടെ ക്ലോക്കിന്, അവിടെ സമയത്തിന്, അവിടെ സാഹചര്യങ്ങൾക്ക്, അവിടെ രാവിനും പകലിനും പ്രത്യേക വിലയൊന്നുമില്ല. അതെല്ലാം അതിന്റെ വഴിക്കങ്ങ് പോവുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ സമയങ്ങൾ കടന്നുപോയപ്പോൾ ശിഷ്യന്മാർ എഴുന്നേറ്റ് വന്നിട്ട് കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. അതന്നെയാണ് കർത്താവിന് സ്വന്തം. ശിഷ്യന്മാര് കർത്താവിന് സ്വന്തം ചെയ്യുന്നു. യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിതാണ് കർത്താവിന് സ്വന്തം ചെയ്യുന്നു. കർത്താവെ, അവര് പറയുന്ന 2 കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ശോധന ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ കർത്താവിന് സ്വന്തം. ഒന്ന്, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സമയം ശരിയല്ല. സമയം കഴിഞ്ഞു.
കാലം കഴിഞ്ഞു, സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ സമയം കഴിഞ്ഞെന്ന് പറയുന്ന പോലെ സമയം കടന്നുപോയി, പ്രായം കടന്നുപോയി, സാഹചര്യങ്ങൾ പലതും നോക്കിയാൽ പേടി തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ട്. ഇനിയില്ല ചെയ്യുന്നതിന് ഓർത്തു പോകുന്ന പല സംഭവങ്ങളും പലരുടെയും ജീവിതത്തിലുണ്ട്. അതിലൂടെ പറയുന്നു, ശിഷ്യന്മാർ പറയുന്ന ഒരു കാരണം സമയം കഴിഞ്ഞു എന്ന് പറയുന്ന സമയം വൈകി, ഇനി ഇങ്ങനെ നിൽക്കാൻ പാടില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കരുത്. എത്രയും മറ്റൊരു കാര്യം ഇവർ പറഞ്ഞു, സ്ഥലം ശരിയല്ല, ഈ സ്ഥലം മരുഭൂമിയല്ലേ. രണ്ട് കാര്യമാണ് മാനുഷികമായി പറഞ്ഞ അഭിപ്രായം. ഒന്ന്, സമയം കഴിഞ്ഞു. രണ്ട്, സ്ഥലം ശരിയല്ല. ഒന്ന്, സാഹചര്യം അനുകൂലമല്ല, സമയം കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ഇതാണ് സ്വന്തം. സാഹചര്യം അനുകൂലമല്ല, സ്ഥലം അനുകൂലമല്ല, ഈ ദേശം, പട്ടണം, രാജ്യം ശരിയല്ല, ഈ സ്ഥലം, ഈ ദേശം, ഈ സാഹചര്യം ശരിയല്ല, സമയം കഴിഞ്ഞു. കഥാവിന് സ്തോത്രം. എന്നാൽ കഥാവിന് സ്തോത്രം ചെയ്യുന്നു. അതിന് കഥാവ് പറഞ്ഞ മറുപടി, അവര് പറയുന്നത് കഥാവിന് സമയം കഴിഞ്ഞു, ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ ഒരു തട്ടുകടയില്ല, ഇവിടെ ഒരു കട്ടൻ ചായ കിട്ടുന്ന സ്ഥലമല്ല, ഇവിടെ കേറ്ററിംഗ് സർവീസുകളൊന്നുമില്ല, ഇവിടെ ഒരു സോഡാ സർവത്ത്, ഒരു നാരങ്ങാവെള്ളം മേടിച്ചു കുടിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളില്ല, ഇവിടെ മനുഷ്യർ ദാഹം തീർക്കാൻ വെള്ളത്തിന് സാധ്യതയില്ല, ഇവിടെ കട്ടൻ ചായക്ക് മാർഗമില്ല, ഇവിടെ ഒന്നിനും മാർഗമില്ല, ഒന്നും സാധ്യമല്ലാത്തൊരു സ്ഥലം, ഒന്നും സാധ്യമല്ലാത്ത സ്ഥലം. കഥാവിന് സ്വതന്ത്രം. ഈ സ്ഥലം ശരിയല്ല, ഇവിടെ ചായ കിട്ടില്ല, ഇവിടെ ഭക്ഷണം കിട്ടില്ല, ഇവിടെ അത് മേടിക്കാൻ മാർഗമില്ല, ഇവിടെ അതിന് വഴിയില്ല, ഒന്നും രണ്ടും പേരല്ല, ആയിരക്കണക്കിന് ജനവുമാണ്. അതുകൊണ്ട് ജനത്തെ പറഞ്ഞു വിടണം. അവർ പോയി അവിടെ ഗ്രാമങ്ങളിൽ പോട്ടെ, അവരവരുടെ വീടുകളിൽ തന്നെ പോട്ടെ. അതാണ് അവർ പറഞ്ഞത്. വഴിയിൽ കടയില്ല, വഴിയിൽ ഒന്നും മേടിക്കാൻ, അവർ വീട്ടിൽ പോട്ടെ. അവരവരുടെ വീടുകളിൽ പോയി അവര് മാവ് കുഴിച്ച് അപ്പം ഉണ്ടാക്കി അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി തിന്നട്ടെ, അവര് വീട്ടിൽ പോട്ടെ എന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. അതിന് കർത്താവിന്റെ മറുപടി, അതിന് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്: അവര് പോകേണ്ട ആവശ്യമില്ല. ശിഷ്യന്മാർ പറഞ്ഞു സമയം കഴിഞ്ഞു, സ്ഥലം ശരിയല്ല. അതിന് യേശുവിന്റെ മറുപടി, സമയം കഴിഞ്ഞോട്ടെ, സ്ഥലവും ശരിയല്ലാതായിക്കോട്ടെ, പക്ഷെ അവർ പോകേണ്ട ആവശ്യമില്ല. ഇന്ന് ഒരു ദൂതായിട്ട് ഞാൻ പറയുന്നു, ഒരു ദൂതായിട്ട് ചില കുടുംബങ്ങളോട് പറയുന്നു, ദൂതായിട്ട് ചില വ്യക്തികളോട് പറയുന്നു, സ്ഥലം എന്തുവാകട്ടെ, സമയം എന്തുവാകട്ടെ, സാഹചര്യം എന്തുവാകട്ടെ, കർത്താവിന്റെ മറുപടി, സ്ഥലം ശരിയല്ലെങ്കിലും സമയം ശരിയല്ലെങ്കിലും സാഹചര്യങ്ങൾ ശരിയല്ലെങ്കിലും കർത്താവ് പറയുന്നു അവർ പോകേണ്ട ആവശ്യമില്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. എങ്ങനെ കൊടുക്കും? ഇവർ പറയുന്നത് എങ്ങനെ കൊടുക്കും? കർത്താവ് പറയുന്നു നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അവർ ചോദിക്കും ഞങ്ങൾ എങ്ങനെ കൊടുക്കും? കർത്താവ് പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കും, നിങ്ങൾ കൊടുക്കും, ഇവിടെ കൊടുക്കും. കർത്താവിന് സ്തോത്രം. അതാ ദൈവമക്കളെ ദൂതെന്ന് പറയുന്നത്, അതിനാണ് വാക്തത്വം എന്ന് പറയുന്നത്, അതിനാണ് ശബ്ദം, ദൈവശബ്ദം എന്ന് പറയുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവശബ്ദം ഇങ്ങനെയാണ്: നിങ്ങളെ കൊണ്ട് ഞാൻ ഈ മരുഭൂമിയിൽ വീഴ്ന്നൊരുക്കി ഒരുക്കാനിടയാക്കും. നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ വിളമ്പി ഇവിടെ ആയിരങ്ങൾ തിന്നും, ആയിരങ്ങൾ കഴിക്കും. സ്വത്രം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ വ്യക്തികൾ പറയുന്നു, കഴിഞ്ഞുപോയ, പരാജയപ്പെട്ടുപോയ, വഴിയടഞ്ഞുപോയ, അവസരം നഷ്ടപ്പെട്ടുപോയ, കണക്കുകൾ തെറ്റിപ്പോയ, പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ ജീവിതത്തിന്റെ വഴികൾ ആ വിജയം അസ്തമിച്ചെന്ന് തോന്നുന്ന ദൈവത്തിന്റെ പേരിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, കഴിഞ്ഞുപോയ സമയത്ത് പ്രതികൂല സാഹചര്യത്തിൽ കാലങ്ങളും കണക്കും തെറ്റിക്കിടക്കുന്നിടത്ത് ദൈവത്തിന്റെ ശബ്ദം പറയുന്നു, ഇല്ല, നിന്നെ കൊണ്ട് ഞാൻ അത് ജയിക്കും, നിനക്ക് വേണ്ടി ഞാൻ വഴി തുറക്കും, നിന്നെ ഞാൻ അയക്കും, നിന്നെ ഞാൻ ഉപയോഗിക്കും, നീ ഉപയോഗിക്കപ്പെടും. അതാണ് ഈ ശബ്ദം. ചൂടാമാല അർദ്ധലാതി കിടക്കുന്നതിന് വലതിന് കിടക്കുന്നതിനാതി കിടക്കുക. ദൈവശബ്ദം പറയുന്നു, നിന്നെ ഞാൻ മാനിക്കും, നിന്നെ ഞാൻ അയക്കും, നീ ഉപയോഗിക്കപ്പെടും, നിന്റെ മുമ്പിൽ ഇരുമ്പുവാതിൽ തുറക്കപ്പെടും. അതാണ് യേശു പറഞ്ഞു. കൈമലത്തിൽ നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കൊടുക്കും, നിങ്ങളെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കും. കഥാവിശ്വാസം ചെയ്യുന്നു. ഞങ്ങളെ കൊടുക്കും. അവർ ചോദിക്കുന്നതാണ്. യേശു പറഞ്ഞു നിങ്ങളെ കൊടുക്കും, നിങ്ങളെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കും. അതാണ് ഈ സ്വന്തം. അന്തലാടി കിടക്കുന്നതിനറിയ അവര് പറഞ്ഞു ഞങ്ങളിൽ 5 അപ്പവും 2 മീനും ഉള്ളൂ. കഥാവിശ്വാസം ചെയ്യുന്നു. അതൊരു ബാലകൻ എന്റെ അമ്മ യോഗത്തിൽ പോയപ്പോൾ അവന് ഇടയ്ക്ക് വിശക്കുന്നെങ്കിൽ കഴിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതാ. അത് അവനവിടെ 3 ദിവസം സാന്നിധ്യം അനുഭവിച്ചിരിക്കുമ്പോൾ അവൻ അതിന്റെ ഇടയ്ക്കിരുന്നത് കഴിക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവന് ദൈവസ്നേഹമുള്ളിലേക്ക് വന്നപ്പോൾ
ദൈവസാന്നിധ്യം അനുഭവിക്കാനിടയായപ്പോൾ അവനിൽ ഒരു രോഗം ഉണ്ടായിരുന്നിരിക്കട്ടെ, അതിന്റെ സൗഖ്യം കിട്ടിയപ്പോൾ ആ സ്നേഹത്തിന്റെ നിഴലിലേക്ക് അവൻ വന്നപ്പോൾ അവന്റെ സ്വന്തം കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് അവൻ ദൈവ കാര്യങ്ങളിൽ കർത്താവുമായ വിഷയത്തിൽ അവന്റെ മനസ്സ് തട്ടി ഉണർത്തപ്പെട്ടു. അവൻ അന്ത്രയോസിനെയോ ശിശുമാരി വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങളെ എന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്, അതുകൊണ്ട് യേശുപ്പത്തിന് കൊടുക്ക്, പ്രസംഗിക്കുമല്ലേ, വിശപ്പ് മാറാൻ ഇതങ്ങ് കൊടുക്കുന്നു പറഞ്ഞായിരിക്കും ഒരു പക്ഷേ ഈ ബാലകൻ കൊടുത്തത്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് അതുണ്ടാകണം. ഏത്? കർത്താവിന് സ്തോത്രം. ദൈവം അങ്ങ് ചെയ്തേക്കെന്ന് പറയുകയല്ല, ദൈവം അങ്ങ് പ്രവർത്തിച്ചേക്കെന്ന് പറയുകയല്ല, ദൈവം ഒരു വലിയ അപ്പക്കൂമ്പാരം ഉണ്ടാക്കാൻ പറയുകയല്ല. നിങ്ങളുടെ കയ്യിൽ അത്ഭുതം ചെയ്യാൻ, അത്ഭുതം നടക്കാനുള്ളത് വേണം. എന്ത്? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 5 അപ്പവും 2 മീനും, അതിലാണ് അത്ഭുതം നടക്കുന്നത്, അതിലാണ് അത്ഭുതം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നുമില്ല, ദൈവം അങ്ങ് ചെയ്തേക്കെന്ന് പറയുകയല്ല. കർത്താവേ എനിക്ക് വേണമെന്നില്ല, എനിക്ക് കണ്ണുനീര് മാത്രമേ ഉള്ളൂ അപ്പ, എനിക്ക് നിന്റെ ഭാഗം മുട്ടുമടക്കാനേ കഴിയുന്നുള്ളൂ, എനിക്ക് കണ്ണുനീരോട് നിന്നെ കാത്തിരിക്കാനേ കഴിയുന്നുള്ളൂ, എനിക്ക് ഓർത്തിക്കാനും പ്രാർത്ഥിക്കാനും കണ്ണീരൊഴുക്കാനും ദൈവത്തെ കാത്തിരിക്കാനും മാത്രമേ കഴിയുന്നുള്ളൂ. ഉടനെ വല തുണികിടക്ക് ശിരാതി കിടക്ക് തുണി, വല തുണി കിടക്ക് ചുരാതി കിടക്ക് തുണിയാ, അടുത്തലരുതന കിടക്ക് ചുരാതി കിടക്ക് ശിരാതി കിടക്ക് തുണിയാ. ഞങ്ങളുടെ കയ്യിൽ കഥാവിശ്വാസം ഒന്നുമില്ലേ, ഞങ്ങളിങ്ങനെ അങ്ങ് നടക്കും, ദൈവം ഞങ്ങളിങ്ങനെയൊക്കെ അങ്ങ് പോകും, ഞങ്ങളിങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കും, ഞങ്ങളിങ്ങനെയൊക്കെ നടക്കും, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ദൈവം എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് അങ്ങ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ദൈവം എത്രത്തോളം ചെയ്യുമെന്ന് എനിക്ക് പരിചയമില്ല, എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. എന്നാൽ അർപ്പിക്കാൻ കഴിയുന്ന, ദൈവത്തിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ കഴിയുന്ന സ്തോത്രം ചെയ്യുന്നു. 5000 മുമ്പിൽ, ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ 5 അപ്പവും 2 മീനും എന്തുള്ളൂ? അത് ഒരാളുടെ വിശപ്പോട് അടങ്ങുന്നതല്ല, ഒരു ബാലകന്റെ വിശപ്പോട് അടങ്ങുന്നതല്ല, അതൊന്നുമല്ല. പക്ഷേ അതിലൂടെയാണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസത്തിലൂടെയാണ് ദൈവത്തിന് ചെലവാൻ കഴിയുന്നത്. നിന്റെ വിശുദ്ധിയും നിന്റെ ഒരുക്കവും നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും നിന്റെ വിശ്വാസവും നിന്റെ കാത്തിരിപ്പും സ്തോത്രം ഉടമലതിനാറ് കിടക. ഞാൻ ഒരുങ്ങുന്നുമില്ല, ഉണരുന്നുമില്ല, വിശ്വസിക്കുന്നുമില്ല, പ്രാർത്ഥിക്കുന്നുമില്ല, കാത്തിരിക്കുന്നുമില്ല, ഞാനതിനു വേണ്ടി സമയങ്ങൾ ചെലവഴിക്കുന്നില്ല, ഞാൻ അതിനു വേണ്ടി മെനക്കെടുന്നില്ല, ഞാൻ അതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നില്ല, ഞാനിങ്ങനെ നിന്നേക്കാം, ദൈവം എന്തെങ്കിലുമൊക്കെ അത്ഭുതം ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവാ. ചുടര വല്ലതിനാതി കിടക്കുന്നതിന് ദൈവം അങ്ങ് അത്ഭുതം ചെയ്തേക്ക്, ഞാനിങ്ങനെ നടന്നേക്കാം എന്ന് പറഞ്ഞാൽ അത്ഭുതം നടക്കാൻ ബുദ്ധിമുട്ടാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് ആവർത്തിക്കുന്നു, നിന്റെ കയ്യിൽ നിന്റെ ജീവിതം, നിന്റെ ഹൃദയം, നിന്റെ മനസ്സ്, നിന്റെ സമയം, അന്തലാദികളുടെ കുതിരാദികളുക, നിന്റെ സമയം, നിന്റെ മനസ്സ്, നിന്റെ ദിവസങ്ങൾ നീ ദൈവത്തിന്റെ കാഴ്ചവട്ടിൽ പാതപീഠത്തിൽ നീ അർപ്പിച്ചാൽ, കഥാവിന്റെ സന്നിധി ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞാൽ, കഥാവുമായി ബന്ധത്തിൽ ചില ഉടമ്പടികൾ, തീരുമാനങ്ങൾ ഒന്ന് പുതുക്കുവാനായിട്ട് കഴിഞ്ഞാൽ, എനിക്ക് വേറെ ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ തീരുമാനിക്കുന്നു, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഞാൻ ഇങ്ങനെ സമർപ്പിക്കുന്നു, ഞാൻ എന്റെ ജീവിതം ഇങ്ങനെ ക്രമപ്പെടുത്തുന്നു, ഞാൻ എന്റെ വഴി ഇങ്ങനെ ക്രമീകരിക്കുന്നു, ഞാൻ എന്റെ ജീവിതത്തെ ഇങ്ങനെ ക്രമപ്പെടുത്തുന്നത് പറയാനായിട്ടുണ്ടെങ്കിൽ അതിലാണ് ദൈവശക്തി വ്യാപരിക്കാൻ പോകുന്നത്, അതിലാണ് അത്ഭുതം വ്യാപരിക്കാൻ പോകുന്നത്, അതിലാണ് ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുന്നത്. 5 അപ്പവും 2 മീനും ഉണ്ടെങ്കിൽ അത് സ്വന്തം ആവശ്യത്തിന് ഒരു നേരത്തെ ആഹാരത്തിന് പോലും മതിയാകുന്നതല്ലായിരുന്നു. പക്ഷേ യേശുവിന്റെ കരങ്ങളിൽ അർപ്പിച്ചപ്പോൾ, അത് യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളല്ല പരിഹരിക്കപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾ വിശപ്പടങ്ങുന്ന സ്ഥിതിക്കത് മാറ്റം വന്നു. രണ്ടാമതിൽ പറയട്ടെ, ഒരു തട്ടുകടയില്ലാത്ത, കട്ടൻ ചായ കിട്ടാത്ത മരുഭൂമിയിൽ ആയിരക്കണക്കിന് ആളുകൾ പന്തിയായിരുന്ന് വിരുന്നനുഭവിക്കുന്നത് പോലെ ആഹാരം കഴിക്കുന്ന സ്ഥലമായി ഇപ്പോൾ ഈ മരുഭൂമി. സ്തോത്രം. യേശുള്ള മരുഭൂമിയിൽ അസാധ്യങ്ങൾ പലതും സാധ്യമാകും. യേശുള്ള മരുഭൂമിയിൽ വിരുന്നൊരുക്കപ്പെടും. യേശുള്ള മരുഭൂമിയിൽ ജനം അത്ഭുതങ്ങൾ കാണും. യേശുള്ള മരുഭൂമിയിൽ ദൈവത്താൽ പലതും സംഭവിക്കും. ആരും അവിടെ തലകുലിച്ച് തളർന്നു വീഴുകയല്ല, ആരും അവിടെ കിടന്ന് വലഞ്ഞു തിരികെയല്ല. കർത്താവിൽ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. 1-2 മിനിറ്റുകൾ കൂടെ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ബൈബിളിൽ നിന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് സന്നിധിയിൽ ദൈവ സാന്നിധ്യത്തിൽ അർപ്പിക്കാൻ കഴിയുന്ന കണ്ണുനീരുണ്ടെങ്കിൽ, മുഴങ്കാലുണ്ടെങ്കിൽ, കണ്ണുകൾ നിറയുന്നെങ്കിൽ, ദൈവാത്മാവ് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ദൈവത്തിന് വേണ്ടി ജീവിതത്തെ ഭാവി വഴികളെല്ലാം ദൈവം
നീ തയ്യാറാകുമെങ്കിൽ ജീവിതത്തിൽ വിചാരിക്കാത്ത ചില സൗഖ്യങ്ങൾ, വിടുതലുകൾ ആ മരുഭൂമിയിൽ രോഗശാന്തി ഉണ്ടായി, ആ മരുഭൂമിയിൽ വിരുന്നുണ്ടായി, ആ മരുഭൂമിയിൽ അത്ഭുതങ്ങൾ കാണാനിടയായി. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അവരുടെ കണ്ണുകളിലെല്ലാം അവർ ഒരുമിച്ച് അത്ഭുതം കാണത്തക്ക രീതിയിൽ ദൈവത്തിന് പ്രവൃത്തിയുണ്ടായി. ഇനി പറയാൻ കഴിയും, ഈ വലിയ വിരുന്ന് ആരും പോകാത്ത, ആർക്കും വേണ്ടാത്ത, ആരുമില്ലാത്ത, ഒന്നുമില്ലാത്ത ആ സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ ആനന്ദിക്കുന്ന ഒരു അനുഭവമായി ആ സ്ഥലത്തെ മാറ്റി. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ, പിള്ളേരിലേക്ക് നോക്കുമ്പോൾ, നിന്റെ മക്കളിലേക്ക് നോക്കുമ്പോൾ, മകനിലേക്കും മകളിലേക്കും നോക്കുമ്പോൾ, ആരോഗ്യ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ, ജ്യോതിഷത്തിലേക്ക് നോക്കുമ്പോൾ, കഥഭാരത്തിലേക്ക് നോക്കുമ്പോൾ, ജീവിതത്തിൽ നീറുന്ന അനേക പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ, മനസ്സിഴിഞ്ഞു പോകുന്ന, ഭാരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന കുറേയധികം അനുഭവങ്ങൾ മനസ്സിനെ ഞെരുക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ വില കൊടുക്കേണ്ടത് കർത്താവേ എഴുന്നള്ളി വരണമേ. സങ്കല്പിച്ചുകൊണ്ട് നടക്കുകയില്ല, ചിന്തിച്ചുകൊണ്ട് നടക്കുകയില്ല, ഉണ്ടായിരിക്കും വിചാരിക്കുകയല്ല. 2-3 പേരിന്റെ നാമത്തിൽ കൂടിയോട് മധ്യത്തിൽ കർത്താവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് വന്നിട്ടുണ്ടാകും. കർത്താവ് വരാതിരിക്കും. കർത്താവിന്റെ കാര്യം ഞാനിവിടെ വന്നിരുന്നിട്ടങ്ങ് പോവുകയാണെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ എന്ന് പറയുന്നവനല്ല. എനിക്കിത് ഉണ്ടാകണം, എനിക്കിത് വേണം, എനിക്കിത് അനുഭവിക്കണം, എനിക്കിത് കേൾക്കണം, എനിക്കിത് കാണണം, എനിക്കിത് അറിയണം, എനിക്കിത് അനുഭവിക്കണം. എന്റെ മരുഭൂമിയിൽ എന്റെ യേശുവിന്റെ അത്ഭുതങ്ങൾ അറിയണം. ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. 2014 നിന്റെ കുടുംബങ്ങളിൽ, ഉടരപലകളിൽ നിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ദൈവസഭ ദൈവമക്കൾ പറയും, നിങ്ങളുടെ കുടുംബങ്ങളിൽ, അന്തരാളികളിൽ, നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, അന്തരാളികളുടെ 2014 അത്ഭുതങ്ങളുടെ ചില സംഭവങ്ങൾ കണ്ടുകൊണ്ട് കാണുവാൻ പോകുന്നതിനാൽ ശിരാമാന ഒന്നൊരുങ്ങുവാൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. എന്നാൽ 12 കൊട്ട അപ്പം നിറച്ചെടുത്തു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 12 കൊട്ട അപ്പം നിറച്ചെടുത്തു. ഓരോ ദേശിയുടെ തലയിൽ പിടിച്ചു വെച്ച് കൊടുത്തു. കൊട്ടക്കണക്കിന് അത്ഭുതം, അല്ലെങ്കിൽ കൊട്ടക്കണക്കിന് അത്ഭുതമാണ് അവിടെ തലയിലേക്ക്. അപ്പം എന്ന് പറയുന്നേക്കാൾ നല്ലത് അത്ഭുതം തലയിലിരിക്കുക. എന്നാൽ അടുത്തത്, അത്ഭുതങ്ങളുടെ നിറവ് കൊട്ടയിൽ നിറച്ച് തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത ദൂത്, നിങ്ങൾ അക്കരയ്ക്ക് പോകണം. അവര് പറയുകയാണ്, കർത്താവേ അക്കരയ്ക്ക് ഇപ്പൊ പോകേണ്ട കാര്യമില്ല, അക്കരയ്ക്ക് പിന്നെ അതിൽ പോകാനോ പറ്റൂല, ഇപ്പൊ പോണം. അല്ല, അക്കരയ്ക്ക് പോകാൻ ഇനി സമയമുണ്ടല്ലോ. ഇപ്പൊ അപ്പവും കാര്യങ്ങളും ഈ ക്രൂസൈഡും തിരക്കും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി വിശ്രമിക്കട്ടെ. ഇല്ല, ദൂത്, നിങ്ങൾ അക്കരയ്ക്ക് പോകണം, നിർബന്ധിക്കുക. അപ്പോൾ ഇതാണ് വിശ്വാസം ചെയ്തു. ഒരു വട്ടം അത്ഭുതം കിട്ടി, ഒരു വട്ടം അപ്പവും കിട്ടി, ഒരു വട്ടം അത്ഭുതം കിട്ടി, ഒരു ജോലിയും കിട്ടി, ഒരു നന്മയും കിട്ടി, ഒരു വീടും കിട്ടി, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതും തലയിൽ വെച്ചുകൊണ്ട് തുള്ളിച്ചാടി എങ്ങോട്ടെങ്കിലും പോവുകയല്ല. അടുത്ത നിമിഷത്തിൽ ദൈവശബ്ദം എന്താണോ, ആലോചന എന്താണോ, അരുളപ്പാട് എന്താണോ, നിയോഗം എന്താണോ, അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ, അതിനുവേണ്ടി വേല കൊടുക്കാൻ, അതിനുവേണ്ടി മനസ്സ് വയ്ക്കാൻ, അതിന് കീഴ്പ്പെടാൻ കഴിഞ്ഞാൽ ഇത് നിലനിൽക്കും. ഇല്ലെങ്കിൽ ഈ അത്ഭുതം കാണുകയില്ല, ഈ അത്ഭുതം കാണുകയില്ല. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഈ അപ്പവും അത്ഭുതം എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത മിനിറ്റിൽ, അടുത്ത മഴക്കുള്ള എന്ന് സംഭവിച്ചു തുടങ്ങുമോ, മരണഭീതിയുടെ കുറിൽ താഴ്വരയാണ്. ജീവിതം തീർന്നു എന്ന് വിചാരിച്ച സാഹചര്യം ഉണ്ടായി. 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം, യേശു ഇല്ല. കടൽ, ഭീകരത, പ്രശ്നങ്ങൾ, പ്രതികൂലം, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അതിന് നടുവിൽ നിന്നെ അയച്ചവൻ, നിന്നെ വിളിച്ചവൻ, നിന്നോട് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞവൻ. ആ ആലോചനയ്ക്കും ദൈവഹിതത്തിനും ദൈവശബ്ദത്തിനും വേണ്ടി അടുത്ത പടി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. പണ്ടത്തെ കുറെ അനുഭവങ്ങൾ ഓർമ്മയും പറഞ്ഞ്, പണ്ടത്തെ ചില അനുഭവങ്ങളൊക്കെ ചരിത്രം ഓർത്തുകൊണ്ട് നടക്കുന്നവർക്കൊന്നും നിലനിൽക്കുവാൻ എളുപ്പമല്ല. അത്ഭുതത്തിന്റെ കൊട്ടകൾ തലയിലിരിക്കുമ്പോഴും നിനക്ക് കാതിൽ കേൾക്കാൻ ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന് കീഴടങ്ങിയാൽ കടലിന്മേൽ നടകൊള്ളുന്നവൻ, കടലിൽ മേൽ നിനക്ക് വേണ്ടി നടന്നു വരുന്നവൻ, നിന്നെ നടത്തുന്നവൻ, നീ നടക്കാത്ത വെള്ളത്തിന് മുകളിൽ പത്രോസിൽ നടത്തിയവൻ. എല്ലാ കണ്ണുകൾ മടക്കിയാൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
എല്ലാവരും നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്തേ. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കട്ടെ. ആലോചനയ്ക്കും ജീവിതത്തിനും വേണ്ടി വില കൊടുത്താൽ നിന്റെ മരുഭൂമിയിൽ, നിന്റെ കടലിൽ, ആമേൻ സ്തോത്രം, 1-ാമോ യേശു പറഞ്ഞിട്ടാ പോയെങ്കിൽ, യേശുവിന്റെ സാന്നിധ്യം ഇല്ലാത്ത നിമിഷങ്ങൾ എന്താണെന്ന് നിനക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ എന്താണെന്ന് നീ കാണും. യേശുവിന്റെ സാന്നിധ്യം ഇല്ലാത്ത രാത്രിയും യാമങ്ങളും എന്താണെന്ന് നിനക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിന്നെ അയച്ചവൻ അടുത്ത യാമത്തിൽ നിന്റെ അടുക്കൽ വരും. അപ്പോൾ നീ യേശു ഉണ്ടെങ്കിൽ കടൽ എങ്ങനെ ഇരിക്കുമെന്ന് നീ കാണും, തിരമാല എങ്ങനെ ഇരിക്കുമെന്ന് നീ കാണും, ശാന്തത എന്തായിരിക്കും നീ കാണും. ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ അത് നീ കണ്ടെങ്കിൽ, ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ അത് നീ കാണും. ചൂടാമാന അർദ്ധലാറി കിടക്കുന്നതിനെയാ. ദൈവസാന്നിധ്യം ഇല്ലാത്തതിന്റെ ഭീകരത നീ കണ്ടെങ്കിൽ, ദൈവസാന്നിധ്യം 4-ാം യാമത്തിൽ വരുമ്പോൾ ഈ കടൽ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ കാണും. നിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നത് നീ കാണും. നടക്കാൻ പറ്റാത്ത വെള്ളത്തിന്റെ മുകളിൽ നീ നടക്കുന്നത് നീ കാണും. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ 2014 തകർന്നുലയുന്ന മരുഭൂമിയിൽ കിടക്കുന്നതിനെയാം വേദനകളുടെയും ഭാരങ്ങളുടെയും ദുഃഖങ്ങളുടെയും പലതും കണ്ടും കേട്ടും നൊന്നു നീറി വേദനിച്ച് നിറങ്ങുന്ന ജീവിതത്തിന്റെ ആ കൈപ്പുള്ള മണ്ഡലങ്ങളെ ദൈവം വിരുന്ന് മരുഭൂമി വിരുന്നുശാല പോലെയാക്കി മാറ്റിയ, മരുഭൂമിയിൽ വിരുന്നൊരുക്കിയതുപോലെ ചിരമലതിനാല് കിടക്കുന്നതിന് മരുഭൂമിയിൽ വിരുന്നൊരുക്കിയതുപോലെ ദൈവമൊരുക്കുന്ന ദൈവിക അനുഭവങ്ങളെ പ്രാപിക്കാൻ കുടുംബങ്ങളില്, തലമുറയില്, വ്യക്തികളില്, ജീവിതത്തില്, സാഹചര്യങ്ങളില് സ്തോത്രം. ഒന്ന്, പാപം ചൂണ്ടപ്പെടുമ്പോൾ കൊട്ടാരത്തിലെ ആനന്ദവും സന്തോഷവും സുഖവും കൊണ്ട് പാപത്തിൽ പൊളച്ചാൽ അതിന്റെ അന്ത്യം ദുരന്തമാണ്. ദൈവസത്തിൽ നീ അടിയറ പറഞ്ഞാൽ, നീ അനുഭവിച്ച് കരഞ്ഞാൽ, നീ മാത്രമല്ല നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ദാവീദിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു, ദാവീദ് സന്തതിയാൽ ജനിച്ച് മരിച്ചടക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിനോർത്തുമില്ല. അതാ എന്റെ സുവിശേഷം. സുവിശേഷത്തിൽ പോലും ഈ ദാവീദിന്റെ പേര് കയറി വന്നു. അതാണ് ഭാഗ്യം. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങളുടെ മരുഭൂമിയിൽ, ഞങ്ങളുടെ ഭാരം നിറഞ്ഞ സ്ഥലത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുവാൻ, കർത്താവിന്റെ കൃപ ഇറങ്ങി വരുവാൻ സഹായിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമത്തിൽ നിന്റെ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 2014 അത്ഭുതങ്ങളുടെ ദൈവം ഒരുക്കുന്ന, മരുഭൂമിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന, മനസ്സലിഞ്ഞ ദൈവം പ്രവർത്തിക്കുന്ന, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവൃത്തി കാണുന്ന, ദൈവമഹത്വം കാണുന്ന, ദൈവിക വിടുതൽ കാണുന്ന, നീക്കുപോക്കുണ്ടാകുന്ന ദൈവിക പ്രവർത്തനങ്ങളെ കാണുവാൻ കഥാവ് സഹായിക്കണമേ. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, എല്ലാ വ്യക്തികൾക്ക് വേണ്ടി കഥാവ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ദൈവത്തിന്റെ ബലമേറിയ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കഥാവിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ആത്മീയമായ ചൈതന്യവും ഏകാഗ്രതയും വ്യക്തിപരമായ ദൈവത്തിലുള്ള ബന്ധത്തിന്റെ ശക്തി തെളിയിക്കപ്പെടുവാൻ ദൈവം നിലജനത്തെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ വാദവടത്തിൽ ഏൽപ്പിക്കുന്നു. കഥാവ് പ്രാർത്ഥനകളെ യാതൊരു കേട്ടോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.